എന്നത്തെ പോലെ തന്നെ രാവിലെ തന്നെ തേജ് കൊണ്ട് കടയിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടുപുറകെ ഞാൻ നടക്കാമെന്ന് വരച്ചേട്ടാ. നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ ദേണ്ട പുളിമരത്തിൻ്റെ ഇടയിൽ കൂടെ എന്നെ നോക്കിയിരിപ്പുണ്ട്. രാവിലെ തന്നെ അമ്മുമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ദേണ്ട മിട്ടുപൂച്ച വന്നിരിപ്പുണ്ട് കേട്ടോ. ഞാൻ കുറേ പിന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ബിസ്ക്കറ്റ് കഴിച്ചാൽ പയ്യെ അങ്ങ് പൊയ്ക്കോളേ. ഓക്കെ, ഇത് ഞാൻ അന്ന് പറഞ്ഞ നീലക്കുറിഞ്ഞികളാണ്, കൈപ്പത്തി നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. അതെൻ്റെ കൈപൊക്കി കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ വെറുതെ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ വോട്ട് സ്ലിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളതാണ്, നല്ല സ്നേഹമാണ് വീട്ടുകാരുമായിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് കട അടയ്ക്കും കേട്ടോ. ഉച്ചയ്ക്ക് കട അടച്ചിട്ട് ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കായംകുളത്ത് പോകും. കായംകുളം വിട്ടോബ ക്ഷേത്രത്തിലെ രഥോത്സവമാണ്, ഞങ്ങളുടെ സ്വാമിജിയും വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോകുവേ. പിന്നെ അതിനു മുമ്പ് എല്ലായിടത്തും ഞാൻ തൂത്ത് വാരി വൃത്തിയാക്കി ഇടുക. വരുന്നതല്ല, ഞായറാഴ്ച രാവിലെ, അതായത് നാളെ രാവിലെ 5 മണിയാകുമ്പോൾ തേജു എല്ലാവരും ശബരിമലയിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വെച്ചാണ് കെട്ടുമുറുക്കി പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും തൂത്ത് തുടച്ചിട്ടാൽ അല്ലെ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് കായംകുളത്ത് നിന്ന് വരുമ്പോൾ സമയം കിട്ടത്തില്ല. കാർത്തിക വിളക്കിന് കത്തിച്ച ചട്ടികളെല്ലാം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട്, ചട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കല്ലേ. അത് കഴിഞ്ഞ് ഓടിപ്പോയി തുളസിയെല്ലാം പറിച്ച് ഒരു മാല കെട്ടി, എന്നിട്ട് കാട്ടുപൂവ് അങ്ങ് കെട്ടി ഒരു നല്ലൊരു മാല അങ്ങോട്ട് കെട്ടി. ഇത്രയേ ഉള്ളൂ.